ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ജലജയും ജാനകിയും ഒക്കെ ആണെങ്കിൽ ആകെ ഇട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുക. ഈ സമയം എന്ത് പറയണമെന്നറിയില്ല. അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് ചോദിക്കുകയല്ല, നിങ്ങളെന്തിനാ കൂടെ ഇങ്ങനെ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സത്യത്തിൽ എന്താ ഉണ്ടായേ? അനന്തപുരിയിൽ വല്ല പ്രശ്നമുണ്ടോ ഒന്നും ചോദിക്കുക. പ്രശ്നങ്ങൾ എന്താണെന്ന് അവിടെ വന്നു കഴിയുമ്പോൾ കാണാമല്ലോ എന്നും ജലജ. അത് കേട്ടതും, ജലജയെ നിന്നോട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്? ഇവിടെ വന്നത് നിൻ്റെ മരുമകളെ കൂട്ടിക്കൊണ്ടു പോകാനാ, അല്ലാതെ കുടുംബം കലക്കാനല്ല. എന്താ ആദർശ് മോൻ്റെ അമ്മേ, ആദർശിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് കേട്ടതും, അത് അവൻ്റെ ഭാര്യയോടല്ലേ ചോദിക്കേണ്ടത്, എന്നോടാണോ ചോദിക്കേണ്ടത്? നിങ്ങൾ ഇവരുടെ വാക്ക് കേട്ടൊന്നും ടെൻഷൻ അടിക്കണ്ട. ഇവരെ ഇങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലല്ലോ, മക്കളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ മുതൽ കാണാൻ തുടങ്ങിയതല്ലേ. അതുകൊണ്ട് കൂടുതലൊന്നും ചിന്തിക്കേണ്ട. എന്തായാലും നവ്യമോളെ വിളിക്ക് എന്നൊക്കെ പറയുക. ഈ സമയം കനക ജ്യൂസ് എടുക്കാനായിട്ട് പോവുക. അപ്പോൾ അബിയാണ് കാണിക്കുന്നത്. അബി നവ്യയുടെ അടുത്തേക്ക് ചെല്ലുക. നവ്യെ, ദേ ഇന്ന് നീ എന്നോടൊപ്പം അങ്ങോട്ട് വരിക അനന്തപുരിയിലേക്ക്. പക്ഷെ മോളെ, നീ വിചാരിക്കുന്നത് പോലെ ഇനി നമ്മുടെ കുഞ്ഞിനവിടെ സ്നേഹമൊന്നും കിട്ടില്ല കേട്ടോ. അതെന്താ അബി അങ്ങനെ പറഞ്ഞേ? അല്ല, അവിടെ ചന്തുമോളോടാ ഇപ്പം മുത്തശ്ശനും മുത്തശ്ശിക്കും കൂടുതൽ കാര്യം. ഇന്ന് ചന്തുമോൾ അവിടെ ഉള്ളതുകൊണ്ടാണ് അവർ ഉറപ്പായിട്ടും ഇങ്ങോട്ട് വരാതിരുന്നത്. അന്ന് നൂലുകെട്ട് ചടങ്ങിനും അവർ വരാതിരുന്നത്. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജനിച്ചത് അവരുടെ സ്വന്തം പേരക്കുട്ടിയാണ്. എന്നിട്ടും വല്ല ഇതുണ്ടോ? അവരൊന്ന് വന്ന് നോക്കണ്ടേ? നോക്കിയിട്ട് പോലും ഇല്ലല്ലോ നിന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർക്കിപ്പോൾ സ്നേഹം ചന്തുമോളോടാ. പക്ഷേ എന്തൊക്കെയോ ചടങ്ങിന് വേണ്ടിയാ. ദേ മുത്തശ്ശി കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ നിനക്ക് തന്നിട്ടുണ്ട്. സ്വർണ്ണോ? എവിടെ നോക്കട്ടെ എന്നും പറഞ്ഞ് നവ്യ അത് 2 കൈ നീട്ടി മേടിക്കുക. തുറന്നു നോക്കിയപ്പോൾ നവ്യയുടെ കണ്ണ് തള്ളിപ്പോയി. ഇത്രയും സ്വർണ്ണോ? അതെ, നിന്നെ സോപ്പിടാനാണോ എന്തിനാണെന്നൊന്നും അറിയില്ല. ഇത്രയും സ്വർണം നിനക്ക് തന്നയച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് മുഴുവനും നവ്യക്കുള്ളതാ, നവ്യയ്ക്ക് കൊടുക്കണമെന്ന്. ഞാനതും കൊണ്ടിങ്ങ് പോന്നു. അല്ലടാ, എനിക്കിതൊക്കെ വിശ്വസിക്കാമോ? പിന്നെ മുത്തശ്ശിയാണ് തന്നത്, പിന്നെ എന്തിനാ വിശ്വസിക്കാതിരിക്കുന്നത്? അല്ല, എന്നാലും മുത്തശ്ശി എനിക്ക് എന്തിനാ സ്വർണം തന്നെ? ഇങ്ങോട്ട് നിന്നെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നീ വെറും കഴുത്തോടെ വരരുതല്ലോ. അതുകൊണ്ട് അവിടെ വന്നു കഴിയുമ്പോൾ ആദർശേട്ടനോടും മുത്തശ്ശിയോടും മുത്തശ്ശനോടൊന്നും നീ ഗർവ് കാണിക്കരുതല്ലോ, അതിനു വേണ്ടി എന്നൊക്കെ പറയാം. എന്നാൽ നീ ഇതൊക്കെ എടുത്താണെങ്കിൽ എനിക്കിതൊന്നും വേണ്ട അബി, സാരില്ല, ഇതൊക്കെ ഇട്ടുകൊണ്ട് വേണം നിന്നെ കൂട്ടിക്കൊണ്ട് വരാനെന്നാണ് മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞതൊക്കെ അണിയാൻ. എന്നാൽ ശരി, ഇടാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ അതൊക്കെ എടുത്ത് ഇടുക. ഈ സമയം അബി, ഇതിൽ നിന്ന് ഒരെണ്ണം എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം. 10 പവൻ്റെ മാല തന്നെ അടിച്ചു മാറ്റാം. എന്തായാലും ഇപ്പം വേണ്ട, 2-3 ദിവസം കഴിയട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അബി ഇങ്ങനെ നിൽക്കുക. നീ എന്താ അബിയെ ആലോചിക്കുന്നത്? ഒന്നുമില്ല നവ്യേ, അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞിനോട് അവർക്ക് സ്നേഹം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. എന്നാൽ പിന്നെ വൈകിക്കണ്ട, നമുക്ക് ഇറങ്ങാൻ വാ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരു ഉമ്മറത്തേക്ക് വരിക. ഈ സമയം ഗോവിന്ദനും കനകയൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. ചോദിക്കുക, എന്തു പറ്റി? എന്താമ്മേ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല മോളെ, എന്നാൽ നമുക്ക് ഇറങ്ങാം എന്നൊക്കെ പറയാം. ഇറങ്ങാം. അങ്ങനെ അവരെല്ലാവരും കാറിൽ കയറി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നയനയുടെ മനസ്സ് മുഴുവനും ടെൻഷനും പേടിയായിരുന്നു. ഈശ്വര, ഒരു കാര്യവും അവിടെ ചെന്ന് അവരറിയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം പോകുന്ന വഴി നയനയുടെ മുഖം എന്തോ പോലെ ഇരിക്കുന്നുണ്ട്. കനക ചോദിക്കുക, എന്താ മോളെ, മോൾക്ക് നല്ല സന്തോഷമില്ലല്ലോ, എന്താ മോളുടെ മുഖത്ത് നല്ല വിഷമം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആദർശമോനുമായിട്ട് മോള് വല്ലതും ഉടക്കിയോ? ഇല്ലമ്മേ, ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്താ പറ്റിയേ? ഒന്നുമില്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ ഇരിക്കുക. ഈ സമയം ചിലതൊക്കെ ഉണ്ട്, അതൊക്കെ അനന്തപുരിയിൽ ചെന്നാൽ കണ്ട് തിരിച്ചറിയാം എന്നും പറയുകയാണ്. ഈ സമയം നമ്മുടെ കനക അങ്ങനെ നോക്കുക, ഇവളെന്തൊക്കെയാ പറയുന്നത്? കൂടെ ഇവളിങ്ങനെ പറയുന്നുണ്ടല്ലോ. കാര്യം കുടുംബം കലക്കിയാണെങ്കിലും ഇവൾ പറയുന്നതിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അവിടെ ചെല്ലട്ടെ, അന്നേരം നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം അവിടെ വീടെത്തിയതും അനന്തപുരിയിലേക്ക് എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അകത്ത് കയറിയപ്പോൾ ചന്തുമോൾ ഓടി വരിക. ചന്തുമോളെ കണ്ടതും കനക ഞെട്ടിപ്പോയി. കനക ചോദിക്കുക, ഇതാരാ മോളെ? ഏതെങ്കിലും ബന്ധുവിൻ്റെ കൊച്ചാണോ? ബന്ധുവിൻ്റെ കൊച്ചൊന്നും അല്ല, ഇവിടുത്തെ കൊച്ചാ എന്നും ജലജ. ഇവിടുത്തെ കൊച്ചോ? ആരുടെ കൊച്ച്? കൊച്ചുമോൻ്റെ കൊച്ചോ? ഏത് കൊച്ചുമോൻ്റെ എന്നും നമ്മുടെ കനക ചോദിക്കുക. എല്ലാവരും തലയിൽ കയറ്റി വെച്ച കൊച്ചുമോൻ്റെ കൊച്ച്. അത് കേട്ടതും, ആര്? ആദർശിൻ്റെയോ? അതെ, ആദർശിൻ്റെ മോളാ ഇത്. അത് കേട്ടതും, വേണ്ട, നിങ്ങളൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം എൻ്റെ അമ്മയോട്. അമ്മേ, എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അച്ഛനും വാ എന്നും പറഞ്ഞുകൊണ്ട് 2 പേരെയും കൂട്ടി നമ്മുടെ നയന മുറിയിലേക്ക് പോയി. അവിടെ ചെന്നുകൊണ്ട് നയന നടന്ന സംഭവങ്ങളൊക്കെ പറയുക. ഇതായിരുന്നു അമ്മ നടന്നത്. ഇതുപോലെ അനഘ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം മുത്തശ്ശനെ വിളിച്ച്, മുത്തശ്ശൻ്റെ കൊച്ചുമോൻ്റെ കുഞ്ഞാണ്, അവളുടെ മകളെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ആ കുട്ടി മരിച്ചു പോയായിരുന്നു. പക്ഷേ അടക്കം ചെയ്യാൻ പോയ സമയത്ത് ആ കുട്ടിയുടെ വിരലൊന്ന് അനങ്ങി.
എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കോമാ സ്റ്റേജിലേക്ക് പോയി. കൂടുതലൊന്നും ചോദിക്കാനോ അറിയാനോ പറ്റിയില്ലമ്മേ. ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്നുള്ള ചുമത്തൽ ഞങ്ങൾ തെളിയിക്കും അത് ആദർശേട്ടൻ്റെ കുഞ്ഞല്ലാന്ന്. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ടമ്മേ എൻ്റെ ആദർശേട്ടൻ്റെ കുഞ്ഞല്ലാന്ന്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് ഇതുവരെ അറിയില്ല. അഭിയെയാണോ മോളെ സംശയിക്കുന്നത്? അതെ, അഭിയാണ് എല്ലാവർക്കും സംശയം. പക്ഷേ അതും തുറന്നു കാണിക്കാൻ പറ്റുന്നില്ലല്ലോ. സത്യം എന്താണെന്ന് അറിയാതെ ഒന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മേ. അത് ശരിയാ. എൻ്റെ മോളുടെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും? എനിക്കറിയില്ലമ്മേ. ദൈവം എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ നിൽക്കും. അപ്പം നയനയുടെ കൈ പിടിച്ചുകൊണ്ട് കനക കരയൊക്കെ ചെയ്യാണ്. സാരമില്ല മോളെ, എന്ത് ചെയ്യാനാ, അമ്മയ്ക്ക് നിന്നെ ആശ്വസിപ്പിക്കാനും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുക. അപ്പോൾ ആ ഗോവിന്ദ് ഒരിക്കലും ആദർശമോൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആദർശമോനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി അഭി ചെയ്തതായിരിക്കും മോളെ. അത് തന്നെ അച്ഛാ ഞങ്ങളുടെ ഈ സംശയം. പക്ഷേ അതിപ്പോൾ പറഞ്ഞാൽ ചേച്ചിയുടെ ജീവിതം തകരും. എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എൻ്റെ ഭർത്താവിന് എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട് മുന്നോട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയൻ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം ചന്തുമോളെ കണ്ടതും കനകയ്ക്ക് ചെറിയൊരു അകൽച്ചയൊക്കെ തോന്നുക. കാരണം കനകയുടെ മക്കളുടെ ജീവിതമാണല്ലോ, ആ ജീവിതം വെച്ചാണല്ലോ കളിക്കുന്നത്. അപ്പം പിന്നെ കനകയ്ക്ക് ഇഷ്ടം തോന്നുമോ? ഒരിക്കലുമില്ല. ഈ സമയം ആദർശ് കിരണിനെ വിളിക്കുകയാണ്. എന്താ കാര്യങ്ങളൊക്കെ? എനിക്ക് നിന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം, നീ ഒന്നുകൂടെ വരാവോ? ശരിയടാ ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശം കൊണ്ട് ചെല്ലുക. എന്തായി DNA ടെസ്റ്റ് കിട്ടിയോ? കിട്ടിയടാ, DNA ടെസ്റ്റ് കിട്ടി. എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അത് നിൻ്റെ കുഞ്ഞല്ല, അഭിയുടെ കുഞ്ഞാടാ. ആ ചതിയൻ നിന്നെ ചതിച്ചതാ. അത് കേട്ടതും നമ്മുടെ ആദർശിൻ്റെ കണ്ണുകൾ ചുവന്നു തൊടുത്തു. അപ്പോൾ അവൻ മനഃപൂർവ്വം ചെയ്തതാണല്ലോ കിരണേ. അതേടാ, നിന്നെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടാനും അവിടെ നിൻ്റെ സ്ഥാനം ഇല്ലാതാക്കാനും വേണ്ടിയാണ് അവനിതൊക്കെ ചെയ്തത്. അതുകൊണ്ട് അവൻ ചെയ്തത് അവനെ സൂക്ഷിക്കണം. ഇനിയും ആ കുടുംബത്തിൽ അവൻ പ്രശ്നങ്ങളുണ്ടാക്കും. എനിക്കിതെൻ്റെ അമ്മയോടും മുത്തശ്ശനോടൊക്കെ പറയണം, അവരോടൊക്കെ എനിക്ക് പറയണം. അതിനേക്കാൾ കൂടുതൽ എന്നെ വിശ്വസിച്ച് എൻ്റെ ഭാര്യയോട് എനിക്കിത് പറയണം. കിരണേ, എനിക്ക് ആ റിസൾട്ട് ഇങ്ങ് താ എന്നും പറഞ്ഞുകൊണ്ട് കിരണിൻ്റെ കയ്യിൽ നിന്നും ആ DNA റിസൾട്ട് മേടിക്കുക. ഈ സമയം DNA റിസൾട്ട് മേടിച്ചിട്ട് കിരണ് താങ്ക്സൊക്കെ പറഞ്ഞ് നമ്മുടെ ആദർശ് നേരെ ചെല്ലുന്നത് ദേവയാനിക്കരികിലേക്കല്ല, നയനയ്ക്കരികിലേക്കാണ്. നയനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നയനെ, ദേ നോക്ക്, ഞാൻ തെറ്റുകാരനല്ലാന്ന് തെളിഞ്ഞു, ദേ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് നയനയെ കാണിച്ചു കൊടുക്കുക. നയനയ്ക്ക് സന്തോഷമായി. നയനയുടെ കണ്ണ് നിറഞ്ഞ് നയന ആദർശിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ആദർശേട്ടന് തന്നെയല്ല, അമ്മയാണ് കാണിക്കേണ്ടത്, കൊണ്ടുപോയി കാണിക്ക്. അങ്ങനെ ആദർശ് നേരെ ദേവയാനിക്കരികിലേക്ക് ചെന്നു. അമ്മ പറഞ്ഞില്ലേ ചന്തുമോൾ എൻ്റേതല്ല എന്നതിനുള്ളതിന് തെളിവ് വേണമെന്ന്? ഇതാ തെളിവ്, ചന്തുമോൾ എൻ്റെ അല്ല, അവൾ അബിയുടെ കുഞ്ഞാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് ആ റിസൾട്ട് കാണിച്ചു കൊടുക്കുക. അത് കണ്ടതും ദേവയാനി ഞെട്ടലോടെ നിന്ന ദേവയാനി ആദർശിനോട് മാപ്പ് പറഞ്ഞു. സോറി മോനെ, നിന്നെ മനസ്സിലാക്കാതെ പോയതിന് നീ എന്നോട് ക്ഷമിക്കും മോനെ. നിന്നെ മനസ്സിലാക്കി നിൻ്റെ ഭാര്യ, നിൻ്റെ മുത്തശ്ശൻ. ഒരമ്മയ്ക്ക് മക്കളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് മുത്തശ്ശൻ പറഞ്ഞു. പക്ഷേ ഇല്ല, ഭാര്യയ്ക്കും പറ്റും. ഭർത്താക്കന്മാരെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഭാര്യമാർക്കും കഴിയും എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി കരയുക. ഈ സമയം ദേവയാനി നയനയ്ക്കരികിലേക്ക് ചെല്ലുക. നയനെ മോളെ, എല്ലാ തെറ്റും എനിക്ക് മനസ്സിലായി. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. എൻ്റെ മോൻ തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിച്ചു. ഒരിക്കലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. നീയാണ് മോളെ ശരി. എൻ്റെ മോനെ വിശ്വസിച്ച് കൂടെ നിർത്തിയ നീയാ ശരി എന്നും പറയുക. ചന്തുമോളെ, ഇനി എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും പകയും വൈരാഗ്യവും ഒന്നുമില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചന്തുമോളെ എടുത്ത് സന്തോഷത്തോടെ ദേവയാനി ഇങ്ങനെ നിൽക്കുക. ഈ സമയം മുത്തശ്ശനോടും കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശന് സന്തോഷമായി. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അബിയുടെ മേലെ എല്ലാവർക്കും ഭയങ്കര ദേഷ്യവും വാശിയൊക്കെ വരിക. പക്ഷേ അബിയെ ഇത് അറിയിക്കാൻ പറ്റില്ലല്ലോ, നവ്യ അവിടെ ഉള്ളതല്ലേ. അറിയിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ട് നവ്യയുടെ പാട്ടിന് പോകും. അത് പറ്റില്ലല്ലോ. അനന്തപുരി തറവാട് ഇളകി മറിയുന്നതും അനന്തപുരിയിൽ ഒരാളുടെ ജീവിതം ഇല്ലാതാകുന്നതും മുത്തശ്ശനും ആർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും ഇങ്ങനെ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ചന്തുമോളെ കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതെല്ലാം നവ്യ മറഞ്ഞു നിന്ന് കാണുക. ചന്തുമോളെ കളിപ്പിക്കുന്നത് കണ്ട് നവ്യക്കാണെങ്കിൽ കലി കയറുക. അപ്പോൾ നവ്യ അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കാം, മുത്തശ്ശി ഇത്ര നേരമായി ഞാനിവിടെ വന്നിട്ട്, എന്നിട്ട് നിങ്ങളാരെങ്കിലും എൻ്റെയോ എൻ്റെ കുഞ്ഞിനെയോ ഒന്ന് വന്ന് തിരിഞ്ഞു നോക്കിയോ? ഇത്ര നേരമായിട്ട് മുത്തശ്ശൻ്റെ പേരക്കുട്ടി മുത്തശ്ശനൊന്നും എടുത്തു പോലുമില്ലല്ലോ. ഇവളെവിടെ നിന്നോ വലിഞ്ഞു കയറി വന്നവളല്ലേ, ഇവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, സ്വന്തം പേരക്കുട്ടി എന്താ നോക്കാത്തെ എന്നും നവ്യ ചോദിക്കുക. അത് പിന്നെ മോളൊന്നും എന്താ ഇങ്ങോട്ട് വരാഞ്ഞ കുഞ്ഞിനെയും കൊണ്ട്? ഞാനല്ലല്ലോ മുത്തശ്ശ വരേണ്ടത്, നിങ്ങളല്ലേ. എന്തൊക്കെയായിരുന്നു കുഞ്ഞൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ? ഇപ്പം ആ പ്രതീക്ഷകളൊക്കെ പോയില്ലേ മുത്തശ്ശ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ആർക്കും എന്നെയും എൻ്റെ കുഞ്ഞിനെയും വേണ്ട അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഒരുപാട് സങ്കടപ്പെടും. മോളെ, അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവരും ഒരേപോലെയാണ്.
മോളുടെ കുഞ്ഞിന് ഞങ്ങൾക്ക് വേണ്ടാത്തൊന്നുമില്ല, അതും ഞങ്ങളുടെ കൊച്ചുമോൻ തന്നെയാണ്. ഓ, ഇതും കൊച്ചുമോള് അതും കൊച്ചുമോനല്ലേ? അതേ മോളെ, ഞങ്ങളങ്ങനെ ആരെയും വേർതിരിച്ച് എല്ലാവരെയും ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറയാം. ഈ സമയം നവ്യയാണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്ത് പോയി കലിപ്പിലിരിക്കുക. അപ്പോൾ അഭി ചോദിക്കുക, എന്തു പറ്റി നവ്യേ? എല്ലാവരും കണക്കാ അഭി, എല്ലാവരും കണക്കാ. എല്ലാവർക്കും ഇപ്പോൾ ചന്തുമോളെ മതി, നമ്മുടെ കുഞ്ഞിനെ ആർക്കും വേണ്ട. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞിനോട് പലരും അവഗണന കാണിക്കും, നീ അത് കാര്യമാക്കണ്ടെന്ന്. നമ്മുടെ കുഞ്ഞിന് ഞാനുണ്ട്, നീയുണ്ട്, ദേ എൻ്റെ അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നാലും മുത്തശ്ശനും മുത്തശ്ശിയൊന്നും അതിനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ അഭി. അതാ എൻ്റെ സങ്കടം. സാരില്ല, ആദർശേട്ടൻ്റെ കുഞ്ഞല്ലേ, ആദർശേട്ടനോടുള്ള സ്നേഹവും ഇഷ്ടവും ബഹുമാനവും ഒക്കെ ആ കുഞ്ഞിനോട് അവർ കാണിക്കുന്നതാണ്. അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട. എത്രയൊക്കെ ആയാലും ഞാനിവരുടെ സ്വന്തം കൊച്ചുമോനല്ലല്ലോ നവ്യേ. അതിൻ്റെ ഒരു കുറവ് എനിക്കെപ്പോഴും എന്നോട് അവർക്ക് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ഞാനതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാറില്ല നവ്യേ. എന്നാലും അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഈ വീട്ടിൽ നിൻ്റെ അമ്മയെ കുഞ്ഞുനാളിൽ കൂട്ടിക്കൊണ്ടുവന്നല്ലേ, ഇവിടെയുള്ളവരല്ലേ നിൻ്റെ അമ്മയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ ഇവിടെ ജനിക്കുന്ന നീ ഇവിടുത്തെ പേരക്കുട്ടി തന്നെയാണ്, അല്ലാതെ നീ അന്യനൊന്നുമല്ല എന്നൊക്കെ പറയുകയാണ്. ഈ സമയം നമ്മുടെ അഭിയാണെങ്കിൽ അതെൻ്റെ കുഞ്ഞാടി, പക്ഷേ ആദർശിൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഞാൻ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക, ഇനിയും തെറ്റിദ്ധരിപ്പിക്കും. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ആദർശിന് മാത്രമല്ല, എല്ലാവനും കൊടുത്തിട്ട് എനിക്കും ഒന്നുമില്ല. ഞാൻ കമ്പനിയിലെ വെറും സ്റ്റാഫ് മാത്രം. എന്തായാലും എൻ്റെ ഈ പ്രതികാരം അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല നവ്യേ, കുഞ്ഞിനെ എല്ലാവരും അവഗണിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കിവിടെ അധികം നാൾ നിൽക്കണ്ട, ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഇങ്ങനെ നിൽക്കുക. അത് കേട്ടത് നവ്യ, നമ്മളെന്തിനാ പോകുന്നേ? പോകരുതടാ, ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണം. എന്തൊക്കെ സംഭവിച്ചാലും നമ്മളിവിടെ തന്നെ ഉണ്ടാവണം. എല്ലാം കൊണ്ടും നമ്മളിവിടെ അധികപ്പറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന ആദർശിനെയാണ്. ആദർശ് ചന്തുമോളെ പോയി സ്നേഹത്തോടെ എടുക്കുക. മോളൂ, ഇനി അച്ഛന് നിന്നോട് ഒരു ദേഷ്യം ഉണ്ടാവില്ല കേട്ടോ. ഇനി നീ എൻ്റെ അച്ഛനായിട്ടും ദേ നയനാമ്മ നിൻ്റെ അമ്മയായിട്ടും എന്നും കൂടെ ഉണ്ടാവും. ശരി അച്ഛാ എന്നും പറയുക. അങ്ങനെ ചന്തുമോളെ എല്ലാവരും സ്നേഹിച്ചു തുടങ്ങി. പക്ഷേ നവ്യ മാത്രം വീണ്ടും ഒരു വില്ലത്തി സ്റ്റൈലിലേക്ക് തന്നെ പോവുക. കാരണം നവ്യയ്ക്ക് അവിടെ ഭയങ്കര കുശുമ്പും ഇതൊക്കെ തോന്നി തുടങ്ങുകയാണ്. കാരണം നവ്യയുടെ കുഞ്ഞിനെ ആരും നോക്കുന്നില്ല, എല്ലാവരും ചന്തുമോളെ കൊഞ്ചിക്കുന്നു, ചന്തുമോളെ സ്നേഹിക്കുന്നു. ഇതൊക്കെ നവ്യയുടെ മനസ്സിലേക്ക് ഒരു മാനസിക അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നവ്യ എല്ലാവരോടും വഴക്ക് കൂടുക, മുത്തശ്ശിയോടും മുത്തശ്ശനോടും ഒക്കെ. അപ്പോൾ നയന അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചേച്ചി എന്തിനാ എല്ലാവരുടെയും മെക്കെട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്? ഞാനേ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ആർക്കും എന്നെ വേണ്ടാതെ എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്നവൾ. അവളിവിടുത്തെ പുന്നാര കൊച്ചുമോൻ്റെ മകളാണല്ലോ, അപ്പോൾ പിന്നെ അവളെയല്ലേ സ്നേഹിക്കേണ്ടത്. ചേച്ചി ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത പറയണ്ട. അങ്ങനെ ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്യില്ല. പിന്നെ എന്തിനാടി ആ വലിഞ്ഞു കയറി വന്നവളെ എല്ലാവരും ഇങ്ങനെ സ്നേഹിക്കുന്നേ? ചേച്ചി ഇവിടുത്തെ മുത്തശ്ശിയുടെ സ്വഭാവം അറിയാമല്ലോ, അതുകൊണ്ട് ചേച്ചി അതൊന്നും കാര്യമായിട്ട് എടുക്കല്ലേ, വിട്ടുകള ചേച്ചി. മുത്തശ്ശനും മുത്തശ്ശിക്കും ഇപ്പോൾ അസുഖങ്ങളുള്ളതാണ്. ചേച്ചി ആ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് ചെന്ന് നോക്ക്, അവരാ കുഞ്ഞിനെ കളിപ്പിക്കും. അവർക്ക് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ വരാത്തത്. പിന്നെ എൻ്റെ കുഞ്ഞിനെ ഞാൻ കാണിക്കുക പോലുമില്ല. വന്ന് ഇങ്ങോട്ട് വേണമെങ്കിൽ എടുക്കട്ടെ, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന ഇതില്ല, നോക്കിക്കോ, എനിക്ക് സൗകര്യമില്ലടി. അങ്ങനെ എല്ലാം കൊണ്ട് മുന്നിൽ വെച്ച് കൊടുക്കുമ്പോഴേ അഹങ്കാരം കൂടും. ഞാനത് ചെയ്യില്ല. ചേച്ചി വയസ്സായവരല്ലേ, അവരോട് ഇത്തിരി ക്ഷമിച്ചൂടെ? എനിക്ക് അവരോട് ക്ഷമിക്കാനൊന്നും പറ്റില്ല. എൻ്റെ കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ കണ്ടവൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് നടക്കുക. അവരോട് ഞാൻ എങ്ങനെ ക്ഷമിക്കും? എനിക്കതിന് കഴിയില്ല നയനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ ദേഷ്യം കാണിക്കുക. ഇതൊക്കെ ജലജയ്ക്കും ജാനയ്ക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ ജലജ, നവ്യേ അങ്ങനെ വെറുതെ വിടരുത്. നമ്മുടെ കുഞ്ഞിനെ അവർ നോക്കുന്നില്ലെങ്കിൽ നമ്മളത് ചോദിക്കണം, വിട്ടുകൊടുക്കരുത്. എന്തായാലും ഇത് വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതാണെങ്കിൽ ജലജയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുക. എന്തായാലും എരിപിരി കയറ്റിക്കൊടുത്ത് ഇവിടെ യുദ്ധം നടത്തിക്കാൻ ഇവളാ നല്ലത്. ഇവളാ മിടുക്കി, അനാമികയെക്കാളും മിടുക്കിയാ തല്ലുപിടിക്കാൻ ഇവള്. ഒരു കാലത്ത് ഇവള് ഭയങ്കര വില്ലത്തിയായിരുന്നു, പക്ഷെ പെട്ടെന്ന് നയനയുടെ സ്വഭാവം കണ്ട് ഇവളും മാറി. എന്തായാലും ഇവളെ മാറ്റിയെടുക്കണം, ഇനി ഇവളെ പഴയതുപോലെ വില്ലത്തിയാക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ ചന്തുമോളെ എല്ലാവരും എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് കിടക്കുക. മുത്തശ്ശനും മുത്തശ്ശിയും ആദർശും പിന്നെ നയനയും ദേവയാനിയും ഒക്കെ. ചന്തുമോൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ചന്തുമോള് കുഞ്ഞാവയെ കാണാനായിട്ട് നവ്യയുടെ റൂമിലേക്ക് ചെല്ലുക. എന്നിട്ട് കുഞ്ഞുവാവേ എന്നും പറഞ്ഞ് വിളിക്കുക. പക്ഷെ അത് നവ്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നവ്യയാണെങ്കിലോ കുഞ്ഞുവാവയെ തൊടരുത്, തൊട്ടു പോകരുത്, നീ ആസത്തെ പോവിടുന്ന് എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ ഓടിച്ചു വിടുക. കുഞ്ഞ് കരഞ്ഞുകൊണ്ട് നേരെ നയനയുടെ അടുത്തേക്ക് ചെന്നു. എന്താ മോളെ, എന്തിനാ കരയുന്നേ? അത് കുഞ്ഞാവയെ തൊടണ്ടെന്ന് പറഞ്ഞു ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട്
നമ്മുടെ ചന്തമോള് ഭയങ്കര കരച്ചില. അത് കണ്ടതും നയനയ്ക്ക് ഒരുപാട് സങ്കടമായി. മോളെ ഇവിടെ മോൾ ആരുടെയും അടുത്തേക്ക് പോകണ്ട, ആ അമ്മമ്മയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശൻ്റെ അടുത്ത് മാത്രം പോയാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ഉപദേശിക്കണം. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോടെ നടക്കാമോ എന്ന് എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. ആരും മിസ് ചെയ്യരുത്. മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കണം. താങ്ക് യു.